അപ്പൊ നല്ല നമസ്കാരം. നമ്മൾ എത്തിയിരിക്കുകയാണ് പൂരം സന്ധ്യയുടെ മനോഹരമായ നിമിഷത്തിലേക്ക്. TCBയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പൂരത്തിന്റെ സന്ധ്യയിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പതിവ് പോലെ തന്നെ കൃത്യസമയത്ത് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. പതുക്കെ അകത്തേക്കൊന്ന് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം ഈ കുറി ഏറ്റവും വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ധാരാളം പേരിങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ പതുക്കെ തിരക്കുകൾ കൂടും. കാരണം ഒരു വൈബിലേക്ക് നമ്മൾ പതുക്കെ എത്തുമെന്നതല്ല ഒരു സംശയമില്ല. കാരണം പൂരം ഒരു വൈബാണ്. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് എക്സിബിഷനൊക്കെ? എവിടെ നിന്ന് വരണേ? ഒന്ന് ഇങ്ങോട്ട് നിന്നോളൂ. മലപ്പുറത്ത് നിന്ന് വന്നത്? മലപ്പുറംകാരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നത്. പേരെന്താ? ബാബുരാജ്. സബിത. ഇത് ഫസ്റ്റ് ടൈം ആണോ? നിങ്ങൾ സ്ഥിരം വരാറുണ്ടോ? ആദ്യമായിട്ടാണ്. അച്ഛൻ അമ്മ അച്ഛനോടും അമ്മയോടും പറഞ്ഞോ? അച്ഛൻ അമ്മയെ തൃശ്ശൂർ പൂരത്തിലൊരു എക്സിബിഷൻ ഉണ്ട്, ഗംഭീര സംഭവമാണ്, വരാൻ പറഞ്ഞിട്ടാണ് ഓടി വന്നേ? അതെ അങ്ങനെ അതുകൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്ന. അപ്പൊ അതുകൊണ്ടാണ് കാണാനായിട്ട് വന്നത് അല്ലേ? അപ്പോ എങ്ങനെയുണ്ട് കണ്ടപ്പോ? അടിപൊളിയാണ്. അതിനെ പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷിച്ചതിലും കൂടുതൽ. ഇനി പൂരത്തിന് വരുന്നുണ്ടോ? വരണം. പൂരത്തിന് ആളെ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഉഷാറാവട്ടെ. എക്സിബിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ മോള് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലാണ് പഠിക്കണത്. അപ്പൊ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് വന്ന് കാണണം എന്നൊരാഗ്രഹം. ഈ കാര്യം ചെയ്ത് ഈ വർഷത്തെ പൂരത്തിന് ഇങ്ങോട്ട് പോവാ. കാരണം ഇത് വേറെ ലെവൽ സംഭവമാണ്. റെഡി ആക്കിക്കോളൂ. എന്താ പഠിക്കണേ? അപ്പൊ ഉഷാറാവട്ടെ ചേട്ടാ, ഉഷാറാവട്ടെ കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പം മലപ്പുറത്തുനിന്ന് വന്ന ആളുകളാണ് പങ്കെടുത്തത്. നമ്മളോടൊപ്പം വേറൊരു അതിഥി ചേരുകയാണ്. മുൻ ഡെപ്യൂട്ടി മേയറാണ്. നമുക്കറിയാം ഇത് അവർ വന്നത് മലപ്പുറത്തുനിന്ന് വന്നത്. ഈ മലപ്പുറത്തുനിന്ന് വന്ന ആളുകൾ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഇതൊന്ന് കാണാൻ ആദ്യമായിട്ട് വന്നത്. കണ്ടപ്പോൾ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൗതുകത്തോടുകൂടി വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഭയങ്കര അഭിമാനമാണ്. തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എക്സിബിഷൻ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ് തൃശ്ശൂർക്കാർക്ക്. അപ്പോൾ തൃശ്ശൂർക്ക് വരുന്നു, വെക്കേഷനും കൂടി ആയതുകൊണ്ട് ആളുകൾ തൃശ്ശൂർക്ക് പോകാന്ന് പറഞ്ഞാൽ എക്സിബിഷനും കൂടി കാണാം അതിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർക്കാരെന്നുള്ളതിൽ വലിയൊരു അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം പല ആശങ്കകൾ ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിലും അത് അതിന്റെ പ്രൗഢിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കും. ലോകം അറിയപ്പെടുന്ന പൂരം അടിച്ചു പൊളിക്കും നമ്മള്. വീട്ടില് ഇപ്പൊ ഈ കൗൺസിലറും ഡെപ്യൂട്ടി മേയർ ആയതിനു മുമ്പ് നമ്മള് ജയിച്ചു വന്നുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ ആയല്ലോ. ആ സമയത്ത് നമ്മള് തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളാരും എന്റെ വീട്ടിലേക്ക് വരാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ വിരുന്നുകാർ വന്ന് അവരെ കൊണ്ടേ കാണിക്കാൻ എനിക്ക് പറ്റാറില്ല. ഇപ്രാവശ്യം വീട്ടിലെ അനീത്തിമാരെ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തായാലും ലാസ്റ്റ് ഇയർ അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീ അംഗങ്ങളാണ് ഇത്. ഞങ്ങളുടെ പ്രയാഗ് കുടുംബശ്രീ, രാമവർമ്മ എന്റെ കുടുംബശ്രീ അംഗങ്ങൾ. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ അടങ്ങുന്ന കുടുംബശ്രീയാണ്. അപ്പൊ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഒരു ഇറിഗേഷന്റെ ചെറിയൊരു സ്ഥലം ഞങ്ങൾ എടുത്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു തട്ടുകട നടത്തിയിരുന്നു. ഞങ്ങൾ അങ്ങനെ ലൈവായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് ഈ എക്സിബിഷൻ അവരൊക്കെ കൂടി വിട്ടു. സുമതി, കമല, നളിനി. ഇതിലാരാണ് കൂടുതൽ തല പ്രയോഗിക്കുന്നത്? അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഞങ്ങളുടെ സെക്രട്ടറിയാണ് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളാണല്ലേ? ആളാണ് എപ്പോഴും കണക്ക് കാര്യങ്ങൾ കുടുംബശ്രീയുടെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. എല്ലാ കാര്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ആളാണ്. എന്തായാലും ഉഷാറാവട്ടെ. ഒത്തിരി സന്തോഷം കണ്ടതിനും പരിചയപ്പെട്ടതിനും എല്ലാവരുമായിട്ട് എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ്. പൂരം അതിന്റെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കുക. തീർച്ചയായിട്ടും. അപ്പോ ബന്ധുക്കളൊക്കെ വിളിക്കുക, കുടുംബശ്രീ എല്ലാവരും വരില്ലേ? നിങ്ങൾ എല്ലാവരും വരില്ലേ? ഇവരൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ ശരി കേട്ടോ. സ്ത്രീകൾക്ക് മാത്രം കാണാനുള്ള ഒരു സ്ഥലവും നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവർക്കും കാണാം. സ്ത്രീ സൗഹൃദ പൂരം, ഭിന്നശേഷി സൗഹൃദ പൂരം, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും ആകർഷിക്കപ്പെടുന്ന പൂരമായിട്ട് നമുക്ക് ആഘോഷിക്കാം. താങ്ക് യു. ഹാപ്പി പൂരം കൊടുത്തേ. ഹാപ്പി പൂരം. അപ്പോൾ പൂരം സന്ധ്യ ഇങ്ങനെ മനോഹരമായ നിമിഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരു അതിഥിയിലേക്ക് വരികയാണ്. വലിയൊരു കൊട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് സമ്മാനം കിട്ടിയാണോ? ഇതെന്ത് സമ്മാനം കിട്ടി? ഋതുവിനെ. ഓ, അപ്പൊ ഭയങ്കര ഏറുകാരനാണ്. ഇത് കയ്യിലങ്ങനെ പിടിച്ചാ നോക്കട്ടെ. സമ്മാനം കിട്ടിയത് സന്തോഷമായോ?
എക്സിബിഷൻ വന്നിട്ട് സമ്മാനം അടിച്ചു അല്ലേ? 50 രൂപ കൊടുത്തിട്ട് വലിയൊരു കൊട്ട കിട്ടി. നല്ല രസമല്ലേ? നമ്മളെ അല്ലേ 50 രൂപയുടെ അല്ലല്ലോ, നമ്മൾ പങ്കെടുക്കുക, അതിലൊരു സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പേര് എന്ത് വേണം? എങ്ങനെയുണ്ട് നമ്മുടെ വൈബ് ആയോ? നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ സ്റ്റോളിലും എക്സിബിഷനാണ്. അതങ്ങോട്ട് തകർക്കുക. പേര് പറഞ്ഞു. സന്ധ്യ. സന്ധ്യ എവിടെ നിന്ന് വരുന്നത്? ഗുരുവായൂർ. ഗ്രീഷ്മ അരിയന്നൂര്, ഗുരുവായൂർ അരിയന്നൂർ. എല്ലാ വർഷവും വരാറില്ലേ? അതൊരു ചോദ്യമല്ല എങ്കിൽ പോലും വരാറുണ്ട്. ഈ പ്രാവശ്യം കാണാത്ത തൃശ്ശൂർക്കാരുണ്ടാവില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർക്കാർ മാത്രമല്ല മറ്റുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ വരും. എന്ത് തിരക്കുണ്ട് വെച്ചെങ്കിലും ആ ദിവസം ആ എക്സിബിഷനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കും. ഞങ്ങളിവിടെ വരും. പൂരത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ? പൂരം ഉഷാറാണ്. പൂരത്തിന് വരണം എന്നുണ്ട്. ഇല്ല, ഞാൻ ഇതുവരെ പൂരം കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. പ്ലാൻ ചെയ്താലോ? ഈ പ്രാവശ്യം പ്ലാൻ ചെയ്താലോ? കയ്യിലങ്ങോട്ട് മുറുകെ പിടിച്ചോ, അവിടെ പോന്നോട്ടെ. അതല്ലേ നല്ലത്. പൂരം കഞ്ഞി കുടിക്കാറുണ്ട്, അല്ലാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ഇരിക്കുന്ന ആളാണ്. കഞ്ഞി കുടിച്ചിട്ടേ പോവാറുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവസാനം വരെ വലിയ തിരക്കുകളാണെങ്കിൽ പോലും ഈ കുറി സ്ത്രീ സൗഹൃദ പൂരമാണ് 3-4 വർഷമായിട്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി തന്നെയാണ് പോലീസ് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ക്രമസമാധാന പാലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൂരത്തിന് വരിക, ആസ്വദിക്കുക അല്ലേ? തൃശ്ശൂർക്കാരായിട്ട് നമ്മൾ കണ്ടില്ലെന്ന് പറയുമ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? അങ്ങനെയല്ല ഇവിടെ പറഞ്ഞു. രണ്ടും കുഴപ്പമില്ല, രണ്ടുപേർക്കും വേറൊരു സമ്മാനോട് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സമ്മാനത്തിന്റെ പെരുമഴയാണ്. അപ്പോൾ ഒത്തിരി ഋതു വാങ്ങും. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം, രണ്ടാമത്തെ സമ്മാനം ഋതുവിന് അടിച്ചിരിക്കുകയാണ്. ഋതു ആദ്യം ബോൾ എറിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഋതു ബോളല്ല എറിഞ്ഞത്, ഒരു ഉത്തരം സമ്മാനിച്ചുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. സന്തോഷമായോ? സന്തോഷമായോ? ഒരു പാട്ട് പാടി തോന്നി, ഒരു പാട്ട് പാടി തോന്നി. സന്തോഷം. ഒരു വിഷയം ഇത് കഴിഞ്ഞിട്ട് അമ്മ കഴിഞ്ഞിട്ട് കേട്ടോ. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ വസന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഭ്രാന്തായാലെന്തു രസം, സക്കറാത്തുൽ മൗത്തെന്ത് സുഖം, ഒന്നോടെ ഭ്രാന്തായ എന്ത് രസം, സക്കറാത്തുൽ മൗത്തെന്ത് രസം. അപ്പൊ ടീച്ചർ ചില്ലറക്കാരിയല്ല. അല്ല, ടീച്ചർ ചില്ലറക്കാരിയല്ല. മലയാളമാണോ? മലയാളം. മലയാളത്തിന് ഇഷ്ടം മലയാളത്തോട് ആയതുകൊണ്ടാണോ മലയാളം എടുത്തത്? അങ്ങനെ അതെ അതെ അതെ. ഞാൻ എന്റെ തുടക്കം CCTV ആണ്. CCTVയില് രാമായണം വായിച്ചിട്ടാണ് ഞാൻ. ചെറിയ ആളല്ല. അല്ല, ഒരു ശ്ലോകത്തിന്റെ ചെറിയൊരു അംശം പറഞ്ഞേ, പഴയൊരു ഓർമ്മ വെച്ചിട്ട്. ശ്ലോകം മതിയോ? ഏതായാലും സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സന്തോഷായിരിക്കണു. എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഈ ഇവിടെ ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഋതു ആണ് അടുത്ത പാട്ട് പാടുന്നത്. നെഞ്ചത്ത് വെറ്റില്ല ചെല്ലവുമായി തന്നെ വെഞ്ഞു കറി തുരുത്തിൽ എങ്ങ പതന്നിയല്ലോ കടത്തുളുത്തുള്ളതാൻ ചെലക്കും വെറ്റില്ല ചെല്ലത്തിലോ ഭൂമിയ പാടെ മൂടും അത്രയും വെച്ചിട്ട് വെച്ച കുന്നിലം പാവേ കേട്ട് നല്ലേ മിഴിക്കൂട്ട് മാവിനിൻ
അതിയോമൽ ചിരിയോടെ കൊഞ്ചി നലിയാടി വളരെ വളരെ ആളെങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ വിടുന്നുണ്ടോ? അത് വിടണം കേട്ടോ, എന്തായാലും അതല്ലേ പാട്ട് പഠിപ്പിക്കണം. അത് ആ ഒരു കലാവാസനയുണ്ട്, അത് നമ്മൾ ഒന്നോടെ ഒന്ന് ഇതിലേക്ക് എത്തിക്കാനായിട്ട് മുന്നോട്ട് പോവാ. അപ്പൊ ടീച്ചറെ എല്ലാവിധ ഭാവങ്ങളും നേരിയാണ്. പൂരത്തിന് ഈ പ്രാവശ്യം ഉണ്ടാവണം, ഉറപ്പായിട്ടും കൊണ്ടുവരണം കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതിന് എല്ലാവിധ പരിചയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം TCV ഇങ്ങനെ ഒരു സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം TCV അതിലൂടെ നമ്മളെല്ലാവരും വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് പൂരം സന്ധ്യയിലൂടെ. അപ്പൊ പ്രോഗ്രാം കാണുക, ആസ്വദിക്കുക, വീണ്ടും കണ്ടുകൂട്ടാം. ഇതില്ലാണ്ട് എന്ത് പൂരം, അല്ല നിങ്ങളില്ലാണ്ട് അങ്ങനെയല്ല, TCV ഇല്ലാതെ എന്ത് പൂരം, അത്രേ ഉള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം ടീച്ചറെ എല്ലാവരോടും. എത്ര അപ്പൊ ഈ 2 സമ്മാനം വീട്ടിൽ കൊണ്ടോ കേട്ടോ. ഹാപ്പി ആയോ? എന്തായാലും ഒത്തിരി സന്തോഷം. നല്ല മനസ്സുകൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിഥികളിലേക്ക് കടന്നു പോവുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് പൂരത്തിന്റെ ഒരു എക്സിബിഷനൊക്കെ? എങ്ങനെ? അടിപൊളിയാണ്. എല്ലാം കണ്ടുവോ? ഇറങ്ങിയോ? ആരൊക്കെയുള്ളേ? എന്റെ ബ്രദറാണ് മോൻ. എവിടുന്ന് വരുന്നേ? ഞങ്ങള് പുതുക്കാട്. ഒന്ന് പരിചയപ്പെടാം. പേര്? എന്റെ പേര് സുധീഷ്. എന്താ ചെയ്യണേ? ഞാൻ ലാബില് വർക്ക് ചെയ്യണം. നാട്ടിൽ തന്നെയാണോ? അല്ല, പാലക്കാട്. പേര്? സുധർമ്മ. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ്. എന്റെ പേര് ശക്തി. ഞാൻ 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിലേക്കാണ് നീ. ജയിക്കില്ലേ? അതൊക്കെ ജയിച്ചു. എന്തൊക്കെ വാങ്ങിക്കൂട്ടി? അത് കൊറേ അതിങ്ങനെ കറങ്ങണത് ബോൾ അങ്ങനത്തെ 2 പ്രൈസ്. 2 പ്രാവശ്യം എറിഞ്ഞു. ഇവിടെ സമ്മാനം കിട്ടി നിങ്ങൾക്ക്? ഓമ്പന്ന് എല്ലാവർക്കും സമ്മാനം കിട്ടുന്ന ദിവസമാണല്ലോ. ഞാൻ എന്തായാലും പോയിട്ടൊന്ന് എറിഞ്ഞു നോക്കിയാലോ? സമ്മാനം കിട്ടുന്ന ഉറപ്പാണോ? കുറച്ച് മുന്നേ ഒരു കൂട്ടുകാരൻ കിട്ടിയിട്ടുണ്ട്. അവന് ഇതുപോലെ തന്നെ ബാസ്കറ്റ് കിട്ടിയിട്ടുണ്ട് എറിഞ്ഞിട്ട്. അന്നൊന്ന് പരീക്ഷിക്കാൻ നോക്കിട്ടേ കാര്യമുള്ളൂ. പാട്ട് പാടാൻ അറിയോ? 2 പാട്ട് പാടി തന്നെ. ആള് തർക്ക് തുടങ്ങിക്കോ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യകനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ലേ ഇരുട്ടിൽ സിറ്റിപ്പാറും രാജാവും കീയനാനു സൊല്ല ഇവനെ തൊടുവാനായ ഉഞ്ചനെ തിരക്ക് കാലം നടുക്ക് വെച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലും ആളുകൾ പാട്ടൊക്കെ പാടുമോ? നല്ല ആക്റ്റീവാണ്. അങ്ങനെ വേണം കുട്ടികളായി കഴിഞ്ഞാൽ. എന്തായാലും പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒന്ന് വന്നൂടെ? വരും, നോക്കാം. ഉഷാറാക്കണം. എങ്ങനെ വീട്ടിലെ വേറെ ആരൊക്കെയുണ്ട്? വീട്ടില് അനിയത്തി പിന്നെ അമ്മയാണ്. അമ്മനെ കൊണ്ടുവന്നില്ല? അമ്മനെ കൊണ്ടുവന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോ അങ്ങനെ. അപ്പൊ അടുത്ത പ്രാവശ്യം അമ്മേനെ കൂട്ടിയിട്ട് വരണ്ടേ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം കൂട്ടുകാരാ. എനിക്ക് സമ്മാനം തന്നുവിടാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അമ്പട അടിച്ചിരിക്കുന്നു. അങ്ങനെ ഉന്നം വെച്ചോണ്ടിരിക്കുന്നു. വെറുതെ ആളല്ല, ലാബിന്റെ വലിയ ആളാണ്. അപ്പൊ ആളിങ്ങനെ ഉന്നം വെച്ചോണ്ടിരിക്കുന്നത്. എനിക്കിങ്ങോട്ട് മൈക്കിങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അതെ, ഒരാൾ കിട്ടിക്കഴിഞ്ഞ കുടുംബത്തിലേക്ക് ഉണ്ടാവല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പൂരം സന്ധ്യയിലാണ് പങ്കെടുക്കുന്നത്. പൂരത്തിന്റെ വിശേഷങ്ങളും ഇപ്പോൾ ഇതുപോലെയുള്ള സൗഹൃദങ്ങളൊക്കെ മുന്നോട്ട് പോവുക. വീണ്ടും നമ്മളെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാം. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. പിടിച്ചോളൂ. ഹാപ്പിയായോ? പ്രതീക്ഷിച്ചിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ സെൽഫി എടുത്തിട്ട് പോകാറുണ്ട്. അപ്പണ്ട് ഞാൻ മുന്നിൽ വന്നിട്ടുള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ അമ്മേനെ കൂട്ടിയിട്ട് വരാൻ നോക്കട്ടെ. എന്തായാലും ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതും സൗഹാർദ്ദങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്, അവരോട് ചോദിക്കാം. നമസ്കാരം. എവിടെ നിന്ന് വരുന്നേ? ഞങ്ങള് ചെറുതുരുത്തി. എല്ലാ വർഷം വരാറുണ്ടോ? ഇല്ലില്ല, ഞങ്ങൾ ഇതിനായിട്ട് വന്നതാണ്. ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ്. അത് ശരി. ഫസ്റ്റ് ടൈം അല്ല, ഇപ്രാവശ്യം. ഞാൻ പുറത്താണ്, സൗദിയിലാണ്. ആരൊക്കെയുള്ള കൂടെ? ഫാമിലിയാണ്, ഉപ്പ, ഉമ്മ, വൈഫ്. ഓക്കെ, നമസ്കാരം. എല്ലാ പ്രാവശ്യം വരാറില്ലേ? വരാറുണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? സൂപ്പർ. ചക്കര പേരെന്താ? ആളുടെ പേര് ഇശൽ. വെറൈറ്റി ആണല്ലോ പേര്. ആയിഷ. ഒന്നും വാങ്ങിയില്ലേ? പറഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ തോട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അത് സിയാസിൽ വെച്ച് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമുക്ക് ഇവിടെ വരുമ്പോഴാണ് വെറൈറ്റി സംഭവങ്ങൾ. സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരാ പറഞ്ഞു. ഇവിടെ ഓർഡർ ചെയ്താൽ മതി.
സൗദിയിൽ ലീവ് ഉണ്ടോ? ലീവിന് വന്നാ പൂരം കഴിഞ്ഞിട്ടാണോ പോണേ? ഞാൻ പെരുന്നാളെ ഉണ്ടോ പോകും. പെരുന്നാൾ അല്ല പിന്നെ എന്തിട്ട് ഉഷാറാവട്ടെ കേട്ടോ. അപ്പൊ പരിപാടിയൊക്കെ പൂരൊക്കെ ഉഷാറാവട്ടെ. ഉഷാറാവട്ടെ, എൻജോയ് ചെയ്യാം. അവിടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറില്ലേ? എല്ലാരോടും പറയലുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ? ഇവിടെ വരുന്നുണ്ട്, പൂരത്തിനൊക്കെ വരലുണ്ട്, വെടിക്കെട്ടിനൊക്കെ വരലുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടാവില്ലല്ലേ? ഉണ്ടാവും. അപ്പൊ ഒത്തിരി സന്തോഷം, വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. തോട്ടി മാത്രം മേടിച്ചോളൂ? വേറെ സാധനങ്ങൾ ഇതാ മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ടുണ്ട്. കഴിക്കാനൊന്നും മേടിച്ചില്ലേ? കഴിച്ചു അവിടുന്ന്. അവിടെ നിന്ന് കഴിച്ചു, വയറ് നിറച്ചു. എന്തായാലും ഒത്തിരി കുടിച്ചു. അപ്പൊ സന്തോഷം, കാണാട്ടോ. ഇൻഷാല്ലാ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ. എന്തായാലും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയൊക്കെ ധാരാളം പേരൊക്കെ കടന്നു പോകുമ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കണം. നമസ്കാരം ഉണ്ട്. എവിടെ നിന്ന് വരണേ? ലാലൂര്. അത് കഴിച്ചങ്ങനെ അറിയണം, പറഞ്ഞോ, കുഴപ്പമില്ല. പേര്? പ്രമിത, വെളുത്തൂര്. അശ്വതി, അയ്യന്തോട്. ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം ഒന്നും വാങ്ങിക്കൂട്ടില്ല, ഐസ്ക്രീം മാത്രമേ മേടിച്ചുള്ളൂ? ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു. അടുത്ത റൗണ്ട് എന്ന് വരും? ഫാമിലി ആയിട്ട് വരണം. അത്യാവശ്യം സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ? നോക്കി വെച്ചിട്ടുണ്ട്. വരാറില്ല എല്ലാ പ്രാവശ്യം? ഈ പ്രാവശ്യത്തെ വെറൈറ്റി എന്താ കണ്ടേ? ഒന്നും വെറൈറ്റി ആയിട്ട് തോന്നിയില്ല. ഒന്നും പറയണ്ട, ആകെ ഐസ്ക്രീം മാത്രം വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് കഴിച്ചു. തീരുള്ളത് തന്നെ എന്തായാലും രസമല്ലേ? അതെ, ഞങ്ങളിപ്പോ രണ്ടാമത്തെ കേട്ടോ, ഇനി ഒരു വട്ടം കൂടി വരും. ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പ്രത്യേകത. ഒരു വട്ടം കൊണ്ടൊന്നും അവസാനിപ്പിക്കുന്ന ആൾക്കാരല്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എന്താ ചെയ്യണേ എല്ലാരും? കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാം. നിങ്ങളെ സ്വന്തം വലിയ വലിയ ആൾക്കാരാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. പൂരം വൈബാവട്ടെ. പൂരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം നമ്മൾ എൻജോയ് ചെയ്യുക. കോർപ്പറേഷൻ ഭാഗത്തൊക്കെ എങ്ങനെയാ? ഉഷാറല്ലേ? ഉഷാറാണ്. ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ എല്ലാ പ്രീമിയറിനൊക്കെ ഓക്കെ അല്ലേ? അതെ അതെ, ഓക്കെയാണ്. സ്ത്രീ സൗഹൃദ പൂരമാണ്. നമുക്ക് ധാരാളം സ്ത്രീകൾ വരട്ടെ, കാണട്ടെ, അല്ലേ? അപ്പൊ ഉഷാർ. അപ്പൊ ഹാപ്പി പൂരം. എന്തായാലും ഒത്തിരി നിറഞ്ഞ മനസ്സോട് സന്തോഷത്തോടേക്ക് ധാരാളം പേര് കടന്നൊക്കെ പോകുമ്പോൾ ഇവിടെ വേറെ കുറച്ച് ആളുകൾ നിൽക്കുകയാണ്. നമസ്കാരം. എവിടെ നിന്ന് വരണേ? കുറുനാട്ടുകാര. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് എക്സിബിഷനൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ? എക്സിബിഷനൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം വരാറില്ല? എല്ലാ കൊല്ലം വരാം. പരിചയപ്പെടാം കേട്ടോ. പേര് അഖിൽ. അഖിൽ, എന്താ ചെയ്യുന്നേ? ഞാൻ പോസ്റ്റൽ ഹബിൽ വർക്ക് ചെയ്യണം. ശരി, നാട്ടിൽ തന്നെ? തൃശ്ശൂർ. ചക്കര പേരെന്താ? കൺഫ്യൂഷൻ ആയല്ലോ. അമ്പാടി. നല്ല പേരാണ് കേട്ടോ. ചേച്ചി പേര്? അപർണ. കാർത്തിക. എങ്ങനെയാണ് നിങ്ങളുടെ പൂരത്തിന്റെ ആ ഒരു ഓർമ്മകൾ? എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് പൂരം ആഘോഷിക്കുന്നത്? എങ്ങനെയാണ്? അതായത് തലേദിവസം വരുന്നുണ്ടോ? അതോ നമ്മളെ സാമ്പിളിന് വരും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ചമയം കാണാൻ വരും. അത് കഴിഞ്ഞ് പിന്നെ പൂരത്തിന് വരും. കൊടമാറ്റത്തിന് വരും. പിന്നെ വെടിക്കെട്ടിന്, പുലർച്ചെ വെടിക്കെട്ട്. പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി പിരിയാം, അത് കാണാനും വരും. കൂടും. ഈ അമ്മേനെ കൂടെ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. ഈ പ്രാവശ്യം കൂടെ കൊണ്ടുപോകുമോ? അമ്മയ്ക്ക് വരാൻ ആഗ്രഹമില്ല? അമ്മ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാൻ വേണ്ടിട്ടാ. ഭാര്യനെ കൊണ്ടുവന്നിട്ട് അത് ഒരു വട്ടം പുലർച്ചെ, കഴിഞ്ഞ പ്രാവശ്യം ആ പുലർച്ചെ. ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ആദ്യമായിട്ട് പുലർച്ചെ വെടിക്കെട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞോ? ഇല്ല, അന്ന് വൈകിട്ട് പുലർച്ചെ വെടിക്കെട്ട് തുടങ്ങിയത്. 8 മണിയായി. അപ്പൊ ആദ്യമായിട്ട് വന്നപ്പോ 8 മണിക്കാണ് കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ചേട്ടനെ? പൊട്ടി അങ്ങനെ കൂട്ടപ്പൊട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊക്കെ ഇങ്ങനെ പിടിച്ചോ, മുറുകെ പിടിച്ചോ? ഇല്ല, നല്ലതായിരുന്നു. നാട് എവിടെയാ ശരിക്കും? പൊറനാട്ടുകാര. അപ്പൊ പിന്നെ നമ്മൾ അറിയാം, നമ്മുടെ നാടിന്റെ വൈബ് അറിയാം. എന്താ ചെയ്യുന്നത്? MSc. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാ? ഇതുപോലൊക്കെ തന്നെയല്ലേ? അതെ, സാമ്പിളിന് വരണം വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാണ് കേട്ടോ. എല്ലാരും കണ്ടപ്പോൾ എനിക്ക് കുസൃതിയായിട്ട് തോന്നി, അതുകൊണ്ട് ചോദിക്കുകയാണ്. സ്വന്തമായി ചെയറുള്ള മാൻ. തമാശ ചോദ്യാണേ. സ്വന്തമായിട്ടേ ചെയറുള്ള മാൻ. സമ്മാനടിച്ചിരിക്കുകയാണ് കേട്ടോ. സമ്മാനടിച്ചോന്ന് ആകെ അമ്മയ്ക്കാകെ അയ്യോ സമ്മാനടിച്ചോ? ശരിക്കും സത്യം, അത് ശരിക്കും സമ്മാനടിച്ചു. സമ്മാനം കണ്ടോ? ശരിക്കും ഉറപ്പല്ലേ? ഉറപ്പിച്ചില്ലേ? ഇനി കണ്ടിട്ട് ഉറപ്പിച്ചില്ലേ? സന്തോഷായോ? ശരിക്കും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, വെറുതെ പറയണമെന്നല്ല, ആള് വലിയ പുള്ളിയാണ്. നമ്മൾ പറയണ പോലെ ഒന്നല്ല. എന്തായാലും സന്തോഷമായില്ലേ അമ്മ? അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ചേട്ടാ. അപ്പോൾ പൂരം
ഏറ്റവും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പൂരത്തിൽ ഒക്കെ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ഹാപ്പി പൂരം. ഒരു ഹാപ്പി പൂരം കൊടുത്തേ. അപ്പോൾ നമ്മൾ വീണ്ടും കുറെ അതിഥികളിലേക്കൊക്കെ വരികയാണ്. എന്താ പേര്? അഭിനവ്. അഭിനവ്. എവിടെ നിന്ന് പറഞ്ഞേ? തൃശ്ശൂർ തന്നെയാണ്. അമ്മ പേര്? ശോഭ. ശോഭ. തൃശ്ശൂർ തന്നെയല്ലേ? തൃശ്ശൂരല്ല, ഞങ്ങൾ ചെന്നൈയാ. ചെന്നൈയിലെന്ന് പറയുന്നത്. ചെന്നൈന്ന് വരുന്നത്. അപ്പൊ ആർക്കുള്ള ചെന്നൈക്കാരായിരിക്കുള്ള? ചെന്നൈനാ എൻ്റെ മോള്, എൻ്റെ പേരക്കുട്ടികള്, പിന്നെ അവളും ഇവളും ഇവിടെ. ചെന്നൈക്കാരൊക്കെ ഇന്ത പക്കം വാ, ഇങ്ങ വാ, ഇങ്ങ വാ. നിങ്ങൾ തൃശ്ശൂരാണോ സെറ്റിലായത്? സെറ്റിലാണ്. വന്നിട്ട് പോവാണ്. ലീവല്ലേ? എല്ലാ വർഷം വരാറുണ്ടോ? ഞങ്ങൾ എപ്പോഴും വരും. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫീലല്ലേ? അതെ അല്ലേ? ഇത് അവിടെയുള്ള ചെന്നൈയിലുള്ള ആളുകളോടൊക്കെ പറയാറുണ്ടോ? പിന്നെ പറയും. അപ്പൊ അവരോടൊക്കെ ഇത് വന്നൊന്ന് കാണാനായിട്ടൊക്കെ പറയാറുണ്ടോ? പറയും, അവരുടെ ഇതല്ലേ, ഇഷ്ടം വേണ്ടേ. പൂരത്തിന് വരാറില്ലേ? മക്കളോട് വന്നത് ഇവരൊക്കെ ഫസ്റ്റ് ടൈമാ? ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈമാ? ഫസ്റ്റ് ടൈം ആറ്? ഇവിടെ ഉള്ളു വരുന്നത് ഫസ്റ്റ് ടൈം. ഉള്ളു വരണ ഫസ്റ്റ് ടൈം ആറ്? ഇങ്ങ ഫസ്റ്റ് ടൈമാ? என்ன பேரு? எப்படி இருக்கு? நல்லா இருக்கு. சூப்பரா இருக்கா? நல்லா இருக்கு. ശരിക്കും പറഞ്ഞാലേ ഇവരെയൊക്കെ ഇത് കാണിച്ചു കൊടുക്കണം. അതായത് ഈ ഓരോ നാടിൻ്റെതായ ഒരു വ്യത്യസ്തതകളുണ്ട്. ചെന്നൈയിലാകുമ്പോൾ ചെന്നൈയിലെ ഒരു വ്യത്യസ്തതകളുണ്ടാവാം. അവിടെ ഏറ്റവും കൂടുതൽ എന്താണ് ഇതുള്ളത്? പൊങ്കൽ ടൈമിലാണ് ഈ എക്സിബിഷൻ വരെ. പൊങ്കൽ ടൈമിൽ അവിടെ വലിയ ഇത് ഫേമസ് വന്ന് പൊങ്കലാണ് അവിടെ. പിന്നെ ദീപാവലി അങ്ങനെ. ഇപ്പൊ നാട്ടില് എങ്ങനെയാ വിഷു, ഓണം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ട്രഡീഷൻ അല്ല, നമ്മളുടെ റൂട്ട്സ് വിട്ടു പോകാൻ പാടില്ല. നമ്മൾ ചെന്നൈയിൽ സെറ്റിൽ ആയാലും എൻ്റെ മക്കൾക്ക് ഇതൊക്കെ മനസ്സിലാവണം. ആ ഒരു ടേസ്റ്റ്, ആ ഒരു ത്രൈവിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും. പേര്? ആശ. ആശ മാം. എന്തായാലും ആശ മാമിന്റെ ആ ഒരു കാഴ്ചപ്പാടിന് ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടേതായ കുറെ പൈതൃകങ്ങളുണ്ട്, കുറെ സംസ്കാരങ്ങളുണ്ട്. അത് ഏത് നാട്ടിൽ പോയാലും നമ്മുടെ സംസ്കാരങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പകരണം. അതൊക്കെ തന്നെയാണ് കൈമാറി ഇതുപോലെയുള്ള പൂരങ്ങളും വൈബുകളൊക്കെ ആയി വരുന്നത്. അത് ഇവർ കാണുമ്പോൾ ഇനി ഇവരുടെ ഫ്രണ്ട്സിനോട് പോയി പറയും, ഞങ്ങൾ കേരളാവിൽ പോയിരിക്കണ്, അപ്പോൾ എന്താ പൂരം പാത്രക്ക് അല്ലേ, അത് മാത്രമേ സൊല്ലൂല്ലേ, സൊല്ലു. അതുപോലെ പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്കൊരു ഒരു അറിവുകൾ കിട്ടുന്നത്. എന്താ ചെയ്യണമേ? ഞാൻ ഇത് IT-ലാണ്. അവിടെ തന്നെ ചെന്നൈ. ഫുൾ സെറ്റ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? റിലേറ്റീവ്സ് ഉണ്ടോ? ഇവിടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോനുണ്ട്. ശരി, അവരെ ഒന്ന് പരിചയപ്പെടാം. ആ ചേച്ചിക്ക് ഇങ്ങോട്ട് വരും. ചേച്ചിക്ക് അവിടെ ആരൊക്കെയാണ്? ചേച്ചി, ആളുടെ ചേച്ചി ആരാണ്? ഇങ്ങോട്ട് നോക്കട്ടെ, ഓർഡർ ചെയ്തിട്ടാ. പേര്? ഗിരിജ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഞങ്ങളോട് വന്നപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ? ഇവിടെ ഒരു വേരുള്ളത് കൊണ്ടാണ് അവർ ഇവിടേക്ക് വരുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷമല്ലേ? അതെ, വളരെ സന്തോഷമാണ്. എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് കൊടുത്തേക്കുന്നവർക്ക്? അവർക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടം അവർക്ക് മാങ്ങ കൂട്ടാനും നമ്മുടെ ചക്കയും മാങ്ങയും തന്നെ. ഇത് എവിടെ നിന്ന് കിട്ടിയത്? ചക്കയൊക്കെ കിട്ടുന്നുണ്ടോ? സുലഭാണോ? വീട്ടിലുണ്ടോ? പറമ്പിലുണ്ടോ? പറമ്പിലുണ്ട്. അപ്പൊ ചെന്നൈയിലേക്ക് പോകുമ്പോ ഇങ്ങനെ ചക്ക വറുത്തോ അത് കൊണ്ടുപോകാനായിട്ട്? അതൊക്കെ ഞങ്ങളത് വറുത്ത് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ? എല്ലാം റെഡിയാണ്. എന്നാ പോണേ? എന്ന് പോവൂര്? പൂരം കഴിഞ്ഞിട്ട് എന്റെ കർത്താവ്, ഈ പൂരം കഴിയണവരെയും മാങ്ങാക്കൂട്ടാൻ കഴിക്കേണ്ട ഗതികേടായല്ലോ എല്ലാ ദിവസവും. അങ്ങനെയൊന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ നമ്മൾ വെച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ പറയരുത്. അതൊരു ഇത് പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ആവാന്ന് വിചാരിച്ചിട്ടാണ്. അത് വേണ്ട, സ്പെഷ്യലൊക്കെ എടുക്കുക. ഞങ്ങൾക്ക് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങൾ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. പേര്? അജിത മനോജ്. അജിത. ജോളി തോമസ്. ജോളി. എവിടെ? എല്ലാരും അടുത്ത് തന്നെ? 10th mate ആണ്. ഫോട്ടോ വെച്ച് നിങ്ങൾ കണ്ടു? എല്ലാ വർഷങ്ങളും കഴിഞ്ഞ വർഷം വന്നിരുന്നു, ഈ വർഷം പോയിരുന്നു. ഞാനിപ്പോ ഈ വർഷം രണ്ടാമത്തെ ട്രിപ്പാണ് എക്സിബിഷൻ വരുന്നത്. ഇത് മാത്രമേ നിങ്ങൾക്ക് പരിപാടി ഉള്ളൂ? അതായത് വേറെ ഇങ്ങനെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പോലെ എന്തെങ്കിലും പരിപാടി? പോകാറുണ്ട്. കഴിഞ്ഞ പോലെ ഞങ്ങൾ എറണാകുളത്തൊക്കെ പോയി ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടെ പോയിരുന്നു, അടിച്ചു പൊളിച്ചു പോകുന്നു. ഇക്കൊല്ലം അങ്ങനെ ഹോട്ടല് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്നുള്ള ഓഫനേജിൽ ഞങ്ങൾ ഈ ഓണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കൊടുത്തു. അപ്പൊ നിങ്ങള് ജീവകാരുണ്യമുണ്ട്. 10th mate. അപ്പൊ പഴയ ആ ഒരു ക്ലാസിന്റെ സ്മരണകളൊക്കെ ഓർത്തുകൊണ്ട് ഒരു പാട്ട് പഠിക്കും. ഏതെങ്കിലും പാട്ട് പാടുന്ന ആളെന്ന് കണ്ടറിയാം എനിക്ക്. തുടങ്ങി രണ്ടുപേരും കൂടെ ഒരുമിച്ച്. തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മരമൊന്നുലത്തുവാൻ മോഹം, അടരുന്ന കാൽമണികൾ പൊഴിയുമ്പോൾ അതിലൊന്ന്
പഴയ മോഹങ്ങളൊക്കെ ഇങ്ങനെ മാറിയിട്ടില്ല. ഇല്ല, സത്യമായിട്ടും ഇപ്പോൾ ആ ഒരു വൈബിലാണ് നടക്കുന്നത്. രസമല്ല അന്നത്തെ ആ വിദ്യാഭ്യാസ കാലഘട്ടം ഇന്നത്തെ മക്കൾക്ക് പലർക്കും ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് അവരുടെ സ്കൂളിൽ തന്നെ പഠിച്ചിരിക്കണം. അതാണ് അമ്മ മോള് പഠിക്കണ അല്ലേ? മോളിപ്പോ എത്രയല്ല? ഞാൻ പ്ലസ് ടു ലേക്ക്. മോനോ? 7ലേക്ക്. അവനാ കൺഫ്യൂഷൻ ആയി. ഞാൻ 6ലാണോ 7ലാണോ? നീ 7ലേക്കാടാ. അപ്പോ നമ്മള് മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനിക്കാതിരിക്കണം. എന്റെ പൊന്നെ, ഇതൊക്കെ പഠിച്ചിട്ട് വന്നേക്കാ. സമ്മാനം മേടിച്ചോണ്ട് പറഞ്ഞിട്ട് എവിടെ സമ്മാനം തരൂ ചോദ്യം ചോദിക്കാൻ വേണ്ടി കാത്തു നിന്ന പോലെയാണ്. പഠിച്ചിട്ട് വന്നേക്കണോ? അല്ല ചോദിച്ചപ്പോ പെട്ടെന്ന് ഓട്ടോമാറ്റിക് പ്രിൻസിപ്പളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും അറിയല്ലോ. സ്കൂളിലെ KG സെക്ഷനിലെ ഒത്തിരി സന്തോഷം കേട്ടോ. എന്തായാലും സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു സന്തോഷമായിട്ട് നമ്മുടെ ലൈഫ് പോണം. ചിരിക്കുന്ന മുഖത്തോടുകൂടി നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിരിയാണ്. ഒരു അല്പനേരം സന്തോഷത്തോട് സംസാരിക്കുക. ഈ ലോകത്ത് ടെൻഷൻ ഇല്ലാത്ത ആരുള്ളേ? ഒരുപാട് പ്രതിസന്ധികളോടെ ഈ ലോകത്തിൽ പലരും നടക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ചിരിക്കുക. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും, ടീച്ചർ വിചാരിക്കും ഇത് നമ്മുടെ അന്നത്തെ ജനിക്കാതിരിക്കാനായിട്ട് അല്ലേ? ഞാൻ ഈ TV പ്രോഗ്രാം കാണാറുണ്ട്. TCV ഞാൻ കാണാറുണ്ട്. മുകേഷ് ലാലിനെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയണം. മുകേഷേട്ടാ നിങ്ങൾ അന്വേഷിക്കണ്ടെന്ന്. മുകേഷേട്ടാ മാത്രം അന്വേഷിക്കണുള്ളൂ. അല്ല, എനിക്ക് കൂടുതൽ ആളെയാണ് അങ്ങനെ. നമ്മള് ഇത്തിരി ഏജ് ഓവറായിട്ടുള്ള ആൾക്കാരൊക്കെ ആളെ കാണുമ്പോ മുകേഷേട്ടാ നിങ്ങൾക്ക് പ്രായമായി അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആളുടെ അവതരണമൊക്കെ നല്ല ഒരു അവതരണം വളരെ മോശം അല്ല. നമ്മളെന്ന് പറയുമ്പോ ആൾക്ക് പ്രത്യേകിച്ചൊരു മുകേഷേട്ടാ നിങ്ങൾ ഭയങ്കര എന്തൊക്കെയാണ് പാലാണ് അല്ലേ കൽബില് അല്ലേ? എന്തായാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഞങ്ങളുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? അതാ ഞാൻ പറയുന്നത്. ഞാനിത് കാണുമ്പോൾ വിചാരിക്കും ഒരു പ്രാവശ്യമെങ്കിലും TCVയിൽ എനിക്ക് വരണം. സന്തോഷം, വളരെ സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് അറിയാം, നമ്മള് ജനകീയമാണ്. ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ഈ പൂരസന്ധ്യ തന്നെ ഞങ്ങൾ എത്രയോ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇവിടെയുള്ള TCV ഇങ്ങനെ ഈ വൈകുന്നേരം നേരങ്ങളിൽ ഒരു TCV വന്നു എക്സിബിഷന്റെ ഉള്ളിൽ പോകണം. ഈ തൃശ്ശൂർക്കാർക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് എല്ലാ വാർത്തകളും നിങ്ങളാണ് എത്തിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ്. അപ്പൊ അതിന്റെ ആ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇത്ര ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ. മുകേഷ് ചേട്ടനെ മാത്രം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ശ്രദ്ധിക്കണം അമ്മാനെ, ശ്രദ്ധിക്കണം. എന്തായാലും ഒത്തിരി സന്തോഷം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം. മുകേഷ് ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് സമ്മാനം ഇല്ല. അപ്പൊ ഒത്തിരി സന്തോഷം. വീണ്ടും കണ്ടുപോട്ടാ ടീച്ചറെ. അപ്പൊ ഒരു ഹാപ്പി പൂരം കൊടുത്തേ. ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ പൂരത്തിന്റെ എക്സിബിഷൻ? നല്ലതായിരുന്നു. വേഗം പോയി ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ. ഓടി പോകണ്ട, നമുക്കിത് പരിചയപ്പെട്ടിട്ട് പോവാം. പേര് സുരേഷ്. എവിടുന്ന് വരണേ? പോകുന്നു. പേര് വിനിത. എല്ലാ പ്രാവശ്യവും ഒരു പ്രാവശ്യത്തിൽ ഒതുങ്ങുകയാണോ അതേ ഒന്നിന് രണ്ടാമത്തെ പ്രാവശ്യം തുടങ്ങിയിട്ടുള്ളൂ? നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത്. കാരണം തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഒരു പ്രാവശ്യത്തിൽ ഒതുങ്ങുന്ന ആൾക്കാരല്ല. അത് 2-3 വട്ടമൊക്കെ കാണും. ഏറ്റവും അവസാനം അല്ലേ ഒന്നിങ്ങനെ നീങ്ങുന്നുള്ളൂ. ഏറ്റവും അവസാനത്തെ ദിവസമാണ് നമ്മളിതൊക്കെ ഒന്ന് അത്യാവശ്യം വാങ്ങി കൂട്ടി പോകുന്നത് അല്ലേ? ഈ പ്രാവശ്യം എന്തൊക്കെയോ വാങ്ങി കൂട്ടി കാണ്ടായിട്ട് മേടിക്കുന്നുണ്ട്. അതല്ലേ, അതിനൊരു മുറയില്ല. ആദ്യ ദിവസം വന്നു, അന്ന് മഴ പെയ്തുകൊണ്ട് തിരിച്ചു പോയി. ഇന്നിപ്പോ ആദ്യം വന്നത്. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ ആ ഒരു ഒരുക്കങ്ങൾ എവിടെ വരെയായി? അതായത് വീട്ടിലുള്ള പൂരത്തിന് എങ്ങനെയാണ് കാഴ്ചകളുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കൊടുത്തേ? ഒന്നുമില്ല, നമ്മള് ശരിക്കും പറഞ്ഞാൽ രാത്രിയിലത്തെ വെടിക്കെട്ടും പിറ്റേ ദിവസം പൂരം മാത്രമേ കാണുള്ളൂ. വേറെ ഒന്നുമില്ല. അതില്ല, ഞങ്ങൾ കുറെ നാള് ബോംബെയിലായിരുന്നു. എത്ര നാളായി? ഇപ്പോ ഈ കഴിഞ്ഞ ഓഗസ്റ്റില് ഞാൻ റിട്ടയർ ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഈ പ്രാവശ്യം ഉഷാറാക്കണ്ടേ? പിന്നെ ആരൊക്കെ വരും? ആരും വരില്ല. നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരുണ്ട്, അത് മതി. കൊണ്ടുപോകാതിരിക്കില്ലല്ലോ, കൂടെ കൂടെ പൊക്കോളുക. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. വീണ്ടും കണ്ടുപിട്ടാ നമുക്ക് പൂരം ഉഷാറാവട്ടെ. ഹാപ്പി പൂരം. നമസ്കാരം. പൂരത്തിന്റെ എക്സിബിഷൻ കണ്ടിട്ടിറങ്ങിയേക്കാണോ അത് അകത്തോട്ട് കയറാൻ പോവാണോ? കണ്ടിട്ടിറങ്ങി. എവിടെ നിന്ന് വരുന്നേ? പത്തനംതിട്ട. അപ്പൊ ആരൊക്കെ ഇവിടെ കൂടെ ആരൊക്കെ ഉള്ളത്? അവരെങ്ങോട്ട് വിളിച്ചേ? നമുക്ക് അല്ലെ അങ്ങോട്ട് പോവാം അല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പത്തനംതിട്ട ഞങ്ങളുടെ തൃശ്ശൂർ വന്നിട്ട് എവിടെ സ്ഥലം എവിടെയാ? മലപ്പുറം. തിരുവനന്തപുരം. പത്തനംതിട്ട. പേര് സ്നേഹ. എന്താ ചെയ്യുന്നത്? ഞാൻ MSc എൻവയോൺമെന്റ് സയൻസ്. ഓക്കെ.
എല്ലാരും ഒരുമിച്ചല്ലേ? നന്ദന, ആരണ്യ. എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എക്സിബിഷൻ കണ്ടിറങ്ങിയപ്പോ കിട്ടിയൊരു ഫീൽ എങ്ങനെയുണ്ട്? കൊറേ ഉണ്ട്. ഇല്ല, മലപ്പുറത്തില്ല. അല്ല, ഉണ്ട്, പക്ഷെ ഇത്രയ്ക്ക് വലുതല്ല. അല്ല, മലപ്പുറത്തില്ല. മലപ്പുറത്തുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല. മലപ്പുറത്ത് ചെറുത് അങ്ങനെയല്ല. തൃശ്ശൂർ വേറെ, മലപ്പുറം അങ്ങനെ. അങ്ങനെ തിരുവനന്തപുരം എന്നിട്ട് അവരുടെ ഭാഷ എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ അവിടെ എല്ലാവരും അങ്ങനെയല്ല സംസാരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഒരു സിനിമയിലെ സ്ലാങ് വന്നുകൊണ്ടാണോ അങ്ങനെ ആയത്? അല്ലാണ്ട് നിങ്ങളൊക്കെ നല്ല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. അങ്ങനെ കണ്ട അങ്ങനെ നിങ്ങൾ കൊച്ചാക്കണ്ട. പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട്. ചെറിയ പത്തനംതിട്ടയാണോ? ചെറിയ ഫെസ്റ്റ് ഉണ്ട് ഇതുപോലെ. അവിടെ ഉണ്ട്. അത് പൂരത്തിനവിടെ എന്തിനാ? അവിടെ അല്ലാണ്ട് അതെന്താ അവിടെ എന്ത് കാര്യത്തിന്? അവിടെ ഏത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്? ഓണ സീസണിലാണോ? ഓണം ഫെസ്റ്റ് ഉണ്ട്, സമ്മർ ഫെസ്റ്റിവൽ. അപ്പൊ ഞങ്ങളുടെ ഈ തൃശ്ശൂർ എത്തി പൂരം കാണണ്ട. പൂരത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാ? നിങ്ങൾ പൂരത്തിന് ഈ പ്രാവശ്യം വരുന്നുണ്ടോ? നോക്കട്ടെന്നോ? അത് ശരി. ഇതുവരെ കണ്ടിട്ട് വരാൻ തീരുമാനിച്ചില്ലേ? പൂരത്തിന് വരണമെന്നുണ്ട്. വരണം. പൂരത്തിന് വന്നിട്ട് വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ എക്സിബിഷനൊക്കെ കാണാൻ കയറുവാന്നൊക്കെ പറഞ്ഞോ? പറഞ്ഞില്ല. വീട്ടിൽ പറയേണ്ട വന്നേക്കണല്ലേ? ഇത് കണ്ടിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചോളൂ. എങ്ങനെയുണ്ട് മലപ്പുറത്തെ വിശേഷങ്ങൾ? സുഖം. അവിടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യങ്ങൾ? അത് ഫേമസ് അല്ലേ, എല്ലാവർക്കും അറിയാലോ. അല്ല, ഇങ്ങനെ കാണാൻ ഞങ്ങൾ പോകുന്നുണ്ടെന്നൊക്കെ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിലുള്ളവരോട് പറഞ്ഞിട്ട് അവരും ശരിയായിരിക്കും. നല്ല റിവ്യൂ. അപ്പോ സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താ? ഇങ്ങനെ നീക്ക അങ്ങനെ മാറിക്കള്. ഒരു ചോദ്യം, കുസൃതി ചോദ്യം ചോദിക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? കണ്ണുനീരത്ത ഒന്നാമത്തെ ഉത്തരം. അല്ല, സുഖം, ദുഃഖം. ആരെപ്പാ ആദ്യം പറഞ്ഞേ? രണ്ടുപേരും പറഞ്ഞു. എന്തായാലും ഒരു കുടുംബത്തിലേക്കല്ലേ, നിങ്ങൾക്ക് ഒരുമിച്ചല്ലേ ഒരു കിടിലൻ സമ്മാനം ഞങ്ങളൊക്കെ തരാൻ പോവാണ്. കണ്ണുനീര് മേലാ പറഞ്ഞേക്കരുത്. അത് ഇത് കുസൃതി ചോദ്യമാണ് തിരുവനന്തപുരംകാരി, അതുകൊണ്ടല്ലേ. എന്തായാലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം തരികയാണ്. അപ്പൊ എല്ലാവരും കൂടി വാങ്ങിക്കോളൂ. ഹാപ്പി ആയോ? അപ്പൊ ഞങ്ങൾക്ക് എനിക്കൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടി തന്നെ. പാട്ട് പാടാൻ നന്നായിട്ട് പാടും. ഒരുമിച്ച് മതി, ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയോ? അറിയാവുന്ന പാട്ട് പാടുന്നേ. അതെ, റെഡി. നിങ്ങളത് പ്ലാൻ ചെയ്തു. ഒരു സെക്കൻഡ് പ്ലാൻ. അല്ലെ, നിങ്ങൾ അറിയാവുന്ന 3 പേരോട് കൂടി ഒരു പാട്ട് പാടിയാൽ മതിയല്ലോ. ഓ, ഭയങ്കര സംഭവങ്ങളാട്ടോ. മലപ്പുറത്തുനിന്ന് വന്നിട്ട് പൂരങ്ങളുടെ നാളിലെ പൂരം. എന്തായാലും ഒത്തിരി സന്തോഷം. വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാം. പൂരത്തിന് വരിക, പൂരം ആസ്വദിക്കുക. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എന്തായാലും ഇതാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്കറിയാം ഓരോ നാട്ടിൽ നിന്നും പല പല വ്യത്യസ്തമായ ആളുകളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് ചേട്ടാ നമസ്കാരമുണ്ട്. എവിടെ നിന്ന് വരണേ? തൃശ്ശൂർ ഇരിങ്ങാലക്കുട. പേര് സത്യൻ. പേരെന്താ? അനുശ്രീ. കയറിയുള്ളൂ? അതിന്റെ കാര്യമുള്ളൂ. കയറി ഞങ്ങൾ തിരിച്ചു ഒന്നടങ്ങോട്ട് പോകണം. അത് പോയി കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോൾ 1, 2, 4, 5 വട്ടയൊക്കെ കണ്ടിട്ട് വരുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു. എങ്ങനെയുണ്ട്? വയ്യാണ്ടായോ? നടന്ന് വയ്യാണ്ടായോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ? അടിപൊളിയുണ്ട്. എത്രയല്ലേ പഠിക്കണേ? ഇനി 7 പേര്? എന്റെ പേര് അനീറ്റ. തൃശ്ശൂരല്ലേ? കുന്നംകുളം. സെക്കൻഡ് പേര്? എസ്തർ. എത്രയല്ലേ പഠിക്കണേ? UKG. അപ്പോൾ എങ്ങനെയാണ്? വേറെ ആരൊക്കെയുണ്ടോ? പാരന്റ്സ് ഉണ്ടോ? അവരൊക്കെ പുറത്താണോ? അവരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങള് ഇനി വരുമോ എക്സിബിഷന്? കാണാൻ വരും. അപ്പൊ ഹാപ്പിയായി? പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് വരില്ല. ഈ പ്രാവശ്യം വന്നു നോക്കിയാലോ? പാരന്റ്സിനോട് പറഞ്ഞു നോക്ക് കേട്ടോ. അപ്പൊ ഓക്കെ, ഹാപ്പി പൂരം. നിറഞ്ഞ മനസ്സോടുകൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അമ്മ എങ്ങനെയുണ്ട്? നല്ല പരിപാടിയാണ്. എവിടെ നിന്ന് പറഞ്ഞേ? പാലക്കാട് ഓടിപ്പോരുന്നത്. എവിടെ നിൽക്കണം? പാലക്കാടുകാർക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ വിടാന്നുള്ള വെച്ചുള്ളൂ. ഇവിടെ വരൂ. പേര്? അമ്മ ഭാഗ്യവതി. രവീന്ദ്രൻ. സുമ. എങ്ങനെയുണ്ട് പാലക്കാട് നിന്ന് ഇവിടെ എത്തിയപ്പോൾ തൃശ്ശൂരിന്റെ ആ ഒരു തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല. പാലക്കാട് തിരക്കണ്ടാ? അത് പറഞ്ഞേ. അത് ശരിക്കും ഏത് ഭാഗത്താണ് ആ ഭാഷ വരുന്നത്? അത് കൊല്ലങ്കോട്, പാറ, കൊഴിഞ്ഞാമ്പാറ. പിന്നെ ഏത് ഭാഗം? ടൗണിലൊന്നും അങ്ങനെ. ടൗണിൽ അങ്ങനെ ഇല്ല. ഉള്ളിലേക്ക് പോകുമ്പോഴാണല്ലേ?
എന്തിനാ അത് തിരുവനന്തപുരം. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. പാലക്കാട് സ്നേഹമുള്ള ആൾക്കാരാ ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് ഇതുപോലെ, ഈ അമ്മയെ പോലെ. എന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു പ്രൈവറ്റ് കോളേജിലാണ്. കോളേജിലെ ഹോസ്റ്റലിലാണ്. ആ ശരി. അമ്മ പ്രത്യേകിച്ചൊന്നുമില്ല, ഹൗസ് വൈഫ്. വീട്ടിലെ കൃത്യസമയത്തൊക്കെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ആന്റി അവിടെ തന്നെയാണോ? പാലക്കാട്. ഞാൻ ഈ പറഞ്ഞ ഭാഷ ശരിയല്ലേ? ഒരു പ്രത്യേക സ്നേഹമുള്ള ആൾക്കാരാണ് എവിടെയും അല്ലേ? നിഷ്കളങ്കരായ കുറച്ച് പാലക്കാടുകാർ. മറ്റുള്ള ജില്ലക്കാരെ നിഷ്കളങ്കരെന്നല്ല, ഒരു രസകരമായ ഒരു അവസ്ഥയാണ്. എന്തായാലും പൂരം ആസ്വദിക്കാട്ടോ, എൻജോയ് ചെയ്യാ. വീണ്ടും വരിക, എല്ലാ കൊല്ലം വരാറുണ്ട്. അപ്പോൾ വീണ്ടും വരിക. അപ്പോൾ ഹാപ്പി പൂരം. അവിടുന്ന് ഫോട്ടോ എടുത്ത ആളൊന്നും പരിചയപ്പെടാൻ എനിക്ക് പറ്റിയില്ല. ഇങ്ങോട്ട് വന്നോ, ചോദിക്കട്ടെ. അപ്പോൾ പതുക്കെ ക്യാമറ സംസാരിക്കുക. എന്താ പേര്? ഭവ്യ. എന്താ ചെയ്യുന്നത്? ഞാൻ NSS കോളേജിലാണ്, പാലക്കാട്. ഞാൻ പറയുന്നത് പാലക്കാടുകാര് ഭയങ്കര സ്നേഹമുള്ളവരാണ്. പിന്നല്ല, ഇത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരുന്നത്. അത് രണ്ടുപേരിൽ നിന്ന് കിട്ടിയില്ല. അതിന് ഞാൻ തന്നെ വരേണ്ടി വന്നു. ഒരു വരേണ്ടി വരും പറഞ്ഞാൽ ഈ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹം കൊണ്ട് പറയണല്ലേ? പിന്നല്ല, ഒരു കാര്യം ഞാൻ മിക്സഡ് ആണ്. ഞാൻ കോഴിക്കോട് ഭാഷയുണ്ട്, പാലക്കാടുണ്ട്. കോഴിക്കോട് പഠിക്കാൻ ഞാൻ കുറെ കാലം അവിടെയായിരുന്നു. കോഴിക്കോട് വേറൊരു വൈബാണ്. അതെ. അത് അവിടുത്തെ വേറെ റേഞ്ച് അല്ല, പാലക്കാട് റേഞ്ച്. അത് എക്സ്ട്രീം ഡിഫറെന്റ് ആണ്. അത് വേറൊരു രസം. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി? എന്താണ്? സാപ്പാട്. അത് കണ്ടാൽ തന്നെ അറിയില്ല. മനഃപൂർവ്വം ചോദിച്ചാൽ നല്ല ചോദ്യമാണ് ഇപ്പൊ വന്നേക്കണേ. എന്താണ് ഹോബി എന്ന് ചോദിച്ചപ്പോൾ ഇതാണോ എന്ന് ചോദിച്ചപ്പോ എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി, എല്ലാം നോൺ വെജ്, എന്തും പോതും, അങ്ങോട്ട് നന്നാവട്ടെ. അത്രേ ഉള്ളൂ. നമ്മൾ ജീവിക്കണ എന്തിനാ? ഭക്ഷണം കഴിക്കുക, സന്തോഷാവുക, അതേപോലെ നടക്കുക, വരിക, പോവുക, എൻജോയ് ചെയ്യട്ടെ. അത്രേ ഉള്ളൂ. ഹാപ്പി പൂരം. എന്തായാലും മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓരോ ആളുകളിലേക്കൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പേര് കാത്തു നിൽക്കുന്നുണ്ട്. അവരിലേക്കൊക്കെ വേഗത്തിലൊന്ന് കടന്നു പോകാം. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് എക്സിബിഷനൊക്കെ? കുഴപ്പമില്ല. നമസ്കാരം. എന്തൊക്കെ വാങ്ങിക്കൂട്ടി? മുറ വാങ്ങിയിട്ടുണ്ട്. മുറ വാങ്ങി, ചവിട്ടി കണ്ടില്ലല്ലോ. എന്താ പേര്? കാഞ്ചന. എവിടെന്നാ വരണേ? വരൂരിന്നാണ് വരണേ. ഞങ്ങള് കേറിയുള്ളൂ. ഞങ്ങള് ഹരിനാരായൺ. ഞങ്ങള് നേരം വൈകി എത്തി. ഭയങ്കര പ്രശ്നമായി. നേരം വൈകി എത്തിയാൽ ഭയങ്കര പ്രശ്നമായി. ബാഗ് പോയി കണ്ടിട്ട് ബാഗ് അവിടെ തിരിച്ചു വന്നോളാം. കുഴപ്പമില്ല. എന്തായാലും ഹരിനാരായണൻ നേരം വൈകി എത്തി എന്ന് പറഞ്ഞു. നമസ്കാരം ചേട്ടാ. എങ്ങനെ? നല്ല നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോ കേറിയിട്ടുള്ളി? ഞങ്ങള് 5:15. പേര്? അപ്പൊ നമ്മള് വീണ്ടും ഇവിടെയൊക്കെ കടന്നു പോവുകയാണ്. ഒന്നും വാങ്ങിയില്ലേ? ഇല്ല, ഞങ്ങൾ കയറാൻ പോകുന്നേ ഉള്ളൂ. അതെന്താ എല്ലാരും കുറച്ച് പകുതി സെക്ഷൻ ആയിട്ട്? ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, അപ്പൊ അങ്ങനെ വന്നതാണ്. പേര്? സ്വപ്ന. എവിടുന്ന്? വരവൂര്. ചേട്ടാ നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം എങ്ങനെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ചേച്ചി, ഡൂപ്പി വെള്ളം മാത്രം കഴിഞ്ഞല്ലോ. പൂവുണ്ട്. ഇത് വീട്ടിലേ ഇരിക്കുവോ? പാടി പോവോ? നോക്കിയോട്ടെ. ഊട്ടി പോവല്ലേ? ഊട്ടി എന്ന് പറയണല്ലേ? എന്തായാലും ഈ ഇത്തരം കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ ഉള്ളില്. കാണാനൊക്കെ കുറെ ഉണ്ട്. റേറ്റ് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ഹാപ്പി ആയിട്ട് പോട്ടെ. ഹാപ്പി പൂരം. മനസ്സ് നിറഞ്ഞു തന്നെയാണ് എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എക്സിബിഷന്റെ ആ ഒരു വൈബ്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എവിടെ നിന്ന് പറഞ്ഞേ? ഞങ്ങള് കുന്നംകുളം. പേര്? ജിനി. അമ്മ പേര്? ഉണ്ണിമേരി. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. ഇപ്രാവശ്യം കുറച്ചുകൂടി നേരത്തെ എത്തിയെന്ന് മാത്രമല്ലേ? ഞങ്ങൾ രണ്ടാമത്തെ വട്ടം. രണ്ടാമത്തെ വട്ടം. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ വട്ടം കാണുന്ന ആളുകളാണ് നമ്മളെല്ലാം. അതെ. ഇവിടെ വരിക, ഇതൊന്ന് ആസ്വദിക്കുക. ഒന്നുമില്ല, നിന്റെ ഉള്ളിൽ കൂടെ നടന്നാൽ പോലും കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്. അതെ. എന്താ ചെയ്യുന്നത്? ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യാം മാൾട്ടയില്. ഇപ്പൊ ലീവിന് വന്നോ? ഇപ്പൊ ലീവിന് വന്ന ഒരു മാസം. ശരി. അപ്പൊ അവിടുത്തെ കാലാവസ്ഥ എന്താ? അവിടെ തണുപ്പാ. ഇപ്പൊ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ക്ലൈമറ്റ് ആണ്. എത്ര ദിവസം ഉണ്ട്? ഇനി 10 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ പൂരത്തിനുണ്ടാവില്ല? ഇല്ല. അതിന് പിന്നെ പോകും. അപ്പൊ ഹാപ്പി ആയിട്ട് പോട്ടെ. ശരി, താങ്ക് യു. സന്തോഷം. എന്തായാലും ഓരോ പ്രവാസികളുമൊക്കെയാണ് പൂരം ആസ്വദിക്കാനായിട്ട് വരുന്നത്. മറ്റുള്ളവരുടെയിലേക്കൊക്കെ ഞങ്ങൾ വേഗത്തിൽ കടന്നു പോകും. ഏറ്റവും വേഗത്തിൽ ഒരുപാട് അതിഥികളിലേക്കൊക്കെ കടന്നു പോകും. ആ അതിഥികളിലേക്ക് കടന്ന് വീണ്ടും കടന്ന് ഞങ്ങൾ പോവുകയാണ്, വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട്. അപ്പോൾ ചേട്ടാ, എങ്ങനെയുണ്ട് എക്സിബിഷൻ? നന്നായിരുന്നു. എവിടെ നിന്ന് വരണേ? ഞങ്ങള് തെങ്ങാലൂര് മെഡിക്കൽ കോളേജ് ഭാഗം. പേര്?
എൻജോണി വൈഫ് ചേച്ചി എന്തൊക്കെ വാങ്ങിക്കൂട്ടി? വേണ്ടത് വാങ്ങിട്ടാ കൊറേ കാശിന് മേടിച്ചിട്ടുണ്ട് തന്നെ 3500 ഇതൊരു രസമല്ലേ ഇവിടെ വരിക അല്ല ഇവിടെ നീങ്ങുന്നുള്ളൂ ഇല്ല ഇവിടെ വരിക ഇതൊക്കെ ഒന്ന് കാണുക എന്തെങ്കിലും ആവശ്യമാണ് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു അനുഭവമാണ്. എത്ര വർഷമായിട്ടുണ്ടാവും ചേട്ടൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? എല്ലാ വർഷങ്ങളിലും വരും. ഓർമ്മ വെച്ചിട്ട് എത്ര ആയിട്ടുണ്ടാവും? പറയാൻ പറ്റില്ല, എണ്ണ അങ്ങനെ കുറെ ഉണ്ടാവും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് വന്നു തുടങ്ങിയിട്ടില്ലേ? എല്ലാ വർഷങ്ങളും. വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടില് ഞാനും വൈഫും 3 മക്കളും ഉണ്ട്. 3 മക്കളൂടെ ഉണ്ടോ? മക്കള് കല്യാണം കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞേ പോയി. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതെ അതെ. അപ്പൊ ഞാൻ പൂരം കാണാൻ വരുന്നത് കുട്ടികളൊക്കെ ഞങ്ങൾ കൂടെ വന്നു. ആ കുട്ടികളൊക്കെ നമ്മുടെ ആൾക്കാരോട് വന്നാ കുട്ടികൾക്ക് വല്ല വാങ്ങിക്കൊടുത്തോ? അപ്പൊ വല്ല മേടിച്ചു കൊടുത്തോ? ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു എല്ലാം വാങ്ങിക്കൊടുത്തു. അപ്പൊ പൂരത്തിന് വരാറില്ലേ? പൂരത്തിന് ഞാൻ വരും. ആളെ കൂടെ കൊണ്ടുപോകാം. അതെ രസല്ലേ? അപ്പൊ എന്തായാലും ഹാപ്പി പൂരം, എൻജോയ് ചെയ്യാം. എന്തായാലും ഒത്തിരി സന്തോഷവും മനസ്സ് നിറഞ്ഞു തന്നെയാണ് പലരും ഈ പൂരസന്ധ്യയിലേക്ക് പങ്കെടുക്കുന്നതും പരിപാടി ഇതൊക്കെ വീക്ഷിക്കുന്നതുമൊക്കെ. അപ്പോൾ ദാ കുറേ ആളുകളൊക്കെ കടന്നു വരേണ്ട, അവരിലേക്കൊക്കെ ഞങ്ങളൊന്ന് വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി 6 മണി മുതൽ 7 മണി വരെയും പൂര പ്രദർശന നഗരിയിൽ ഞങ്ങളുണ്ട്. പൂരത്തിൻ്റെ സ്പന്ദനങ്ങൾ, വിശേഷങ്ങളെല്ലാം പങ്കിട്ടുകൊണ്ട് പൂരം സന്ധ്യ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ കണ്ടില്ലെങ്കിൽ തന്നെ എൻ്റെ ഇതിലൊക്കെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ച് മുന്നേ ഒരു ചേട്ടൻ വിളിച്ചുല്ലോ, ജോബിയേട്ടാ എന്നൊരു വിളിച്ചു. അപ്പോൾ ഇന്ന് പറഞ്ഞാലേക്ക് ഒന്ന് വിളിച്ചേക്കുക. അപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ ഓടി വരും. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ സൗഹാർദ്ദങ്ങൾ ഒക്കെ പുതുക്കുക. ചേട്ടാ നമസ്കാരമുണ്ട്. എവിടെ നിന്ന് പറഞ്ഞേ? ചെയ്യാറുന്ന് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. പേര്? എൻ്റെ പേര് വിജിന്ന്. ചേച്ചി ഇങ്ങോട്ട് തിന്നോളൂ, നിങ്ങളുടെ അടുത്ത് നിന്നോളൂ. ചേച്ചി അടുത്ത് നിന്നോളൂ. ആ പച്ച ഉടുപ്പിട്ട ചേട്ടൻ ഇങ്ങോട്ട് വരൂ. അവര് പോയി, അവർ മോളാണോ? വരൂ ചേച്ചി. കുഴപ്പമില്ല. എന്തൊക്കെ വാങ്ങി? കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എല്ലാ വർഷം വരാറില്ലേ? ചേട്ടാ എന്താ ചെയ്യണേ? മാർക്കറ്റില്ല. അപ്പൊ പൂരത്തിന്റെ ആ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്? എന്തൊക്കെ കാണാനോ വരാറ്? നമ്മള് കുടമാറ്റത്തിനൊക്കെ വരാറുണ്ട്. എവിടെ നിൽക്കാറ്? അത് മറ്റേ മുനിസിപ്പൽ അവിടെ കാണാൻ പറ്റില്ലേ? കൊണ്ടുവരാറുണ്ടോ? കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവരണം അല്ലെ? നമുക്ക് കൊണ്ടല്ലേ? പിന്നെ അങ്ങനെ പുറകിലേക്ക് മാറി ഓടിപ്പോണ്ട. പേര് പറഞ്ഞോ? എങ്ങനെയുണ്ട് എക്സിബിഷൻ? ആദ്യമായിട്ടാണോ വരുന്നത്? എല്ലാ കൊല്ലം വരാറുണ്ട്. കാര്യമായിട്ട് 100 പ്രാവശ്യം ഒന്നും വാങ്ങിയില്ലേ? മേടിച്ചിട്ട്. ഇനി എന്താ പരിപാടി? പുറത്തിറങ്ങി മസാല ദോശ, ബിരിയാണി, വീട്ടിൽ പോയിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോ ജിജി വീണ്ടും പൂരത്തിന് കാണുക. ഈ പ്രാവശ്യം പൂരത്തിന് എങ്ങനെ പോമേക്ക ആളെ തന്നെ വിടണ്ട. അങ്ങനെ വന്നിട്ട് കണ്ടിട്ട് കാര്യമില്ല. എല്ലാ വർഷവും തന്നെ പോണല്ലേ? ഈ പ്രാവശ്യം ഒരുമിച്ച് പൂരം എന്ന് പറയാം. അപ്പോൾ ഹാപ്പി പൂരം. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടുകൂടിയൊക്കെ കടന്നു വരുമ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് വരുന്നുണ്ട്. അവരിലേക്കൊക്കെ ഒരു മീശയുള്ള ചേട്ടൻ വരുന്നുണ്ടോ? വലിയ മീശയുള്ള ചേട്ടനാണ്. ആ ചേട്ടനോട് ഞാൻ ചോദിക്കാൻ മീശയുള്ള ചേട്ടനാണ്. നമസ്കാരമുണ്ട്. ഈ മീശ ഭയങ്കര മീശയാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എന്താ ചെയ്യുന്നത്? നല്ല രസമായിരുന്നല്ലോ. ഇത് എത്ര നാളായി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ? നമുക്കൊരു പ്രായപൂർത്തിയൊക്കെ തൊട്ടിങ്ങനെ വളർത്തിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ പറയാറുണ്ടോ? ആളുകളുടെ അഭിപ്രായമുണ്ട്. അതാണ് ഞാൻ മേശയ്ക്ക് ഭയങ്കര മാർക്കറ്റാ എന്റെ മേശയ്ക്ക്. ഈ താലൂക്കില്, തൃശ്ശൂർ താലൂക്കില്. ഞാൻ പറഞ്ഞില്ലേ, കണ്ട് അകലേന്ന് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു വരൂ ഒന്ന് പരിചയപ്പെടാം. എവിടെ സ്ഥലം? എവിടെ ശരിക്കും? പഴൂർ വെസ്റ്റ്. മോളെ പേര്? നിരഞ്ജന. എല്ലാ വർഷവും നമ്മൾ വരാറില്ലേ പൂരത്തിന്? കഴിഞ്ഞ കൊല്ലം വന്നോ, മക്കളൊക്കെയാണോ എല്ലാവരും? മക്കള് പേരമക്കളൊക്കെ ആയിട്ട് വരും. എന്ത് കൊടുത്തു? പേരമക്കൾക്ക് എന്താ മേടിച്ചു കൊടുത്തേ? അങ്ങോട്ട് കൊടുക്കാന് നമ്മുടെ ലൈഫ് എത്രയല്ലേ ഉള്ളൂ. അവരുടെ സന്തോഷം തന്നെ വർഷത്തിലൊരിക്കലാണ്. പൂരത്തിന്റെ എങ്ങനെയാ? പൂരത്തിന് വരാറുണ്ടോ? വരാറില്ല, നേരം കിട്ടാറില്ല. നമ്മള് ഷോപ്പ് എംപ്ലോയി ആയാലും എല്ലാവരും ഒഴിവൊന്നും കിട്ടില്ല. ഒഴിവ് നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം. പക്ഷെ അന്നത്തെ ദിവസം ഒന്നും ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് മുന്നേ വന്ന് പോകൂലേ? പിറ്റേസൊക്കെ വരും. ഈ മീശ ഇങ്ങനെ വെച്ചോളൂ. മീശ മാറ്റില്ല. മീശ പോയാൽ നമ്മുടെ ട്രേഡ് മാർക്കാണ്. അല്ല പിന്നെ ആ മീശ എവിടെ ചെന്നാലും ഇത് ട്രേഡ് മാർക്കാ. പിരിക്കാൻ പറ്റുമോ? പിരിക്കില്ല, പിരിക്കാൻ പാടില്ല. പിരിച്ചാൽ അതിന് ഭംഗി പോയി. സ്മൈലി ആയിരിക്കണം. എന്നാ മീശ കണ്ട ഗൗരവമുണ്ടാണോ, എന്നാ ആരും ഭീഷണിപ്പെടുത്താനുള്ള മീശയാവരുത്. അതാണ് നമ്മുടെ. അതായത് സിമ്പിൾ ആയിരിക്കണം, ശാന്തനായിരിക്കണം, ആര് കണ്ടാലും ഒന്ന് ചിരിക്കാനുള്ള നോക്കണം, ശ്രദ്ധിക്കപ്പെടണം. ഞാനതുകൊണ്ട് ഓടി വന്നത്. ശ്രദ്ധിക്കപ്പെടണം, അതാണ് നമ്മുടെ. ഇതിൽ ഒത്തിരി സന്തോഷം ചേട്ടാ. ജീവിതം ഇതുപോലെ
നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ, എൻജോയ് ചെയ്യാ. ശരി, പ്രശ്നങ്ങൾ ടെൻഷനില്ലാത്ത ആരുമില്ല. പക്ഷെ ചേട്ടനെ മുഖത്തോട്ട് നോക്കുമ്പോ ആ ടെൻഷനൊക്കെ മാറുന്നുണ്ട്. ടെൻഷൻ എന്തിനാലും മുന്നോട്ട് പോകും. 64 വയസ്സായില്ലേ, കൽഷാപ്പാൻ നമ്മൾ ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. കാര്യം സംശയമില്ല. ഇപ്പൊ കിട്ടുന്ന കള്ളൊക്കെ നല്ല കള്ളാണോ? ഇപ്പൊ ഞാൻ കള്ളിലില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഒരുവിധം ഫ്രഷ്. ഇപ്പൊ അല്പം ചെറിയ പ്രശ്നം ചെറിയ ഡോസിനായാലും പറ്റില്ല. അപ്പൊ അല്പം സ്പിരിറ്റ് ഒക്കെ ആഡ് ചെയ്യണം, എന്നാലും ജനം കുടിക്കാണ്ടാവുള്ളൂ. ജനം തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ലേ, അവർക്ക് വരുമ്പോ ഒരു ഗ്ലാസ് കാലഘട്ടത്തിനനുസരിച്ച് ഇത് മാറ്റാൻ എളുപ്പം സാധിക്കില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുദോഷം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വളർത്തുദോഷം. അപ്പൊ അതാണ് എന്നാലും നമ്മുടെ നാട് ഒക്കെ ഒന്ന് മാറി പറയുന്നവര് മുഴുവൻ പറച്ചിലുള്ളോ, അതിനുവേണ്ടി ശ്രമിക്കുന്നവരാരുമില്ല. ശ്രമിക്കണം. പുതുതലമുറയിൽ ശ്രമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും അവരവരെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് നീങ്ങല്ല. അപ്പൊ ശ്രമിക്കാൻ പറച്ചലും അതിനുവേണ്ടി കാശ് ചെലവാക്കലും കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷെ അവന്റെ വീട്ടിൽ തന്നെ ശ്രമിക്കില്ല, പിന്നെയാണോ നാട്ടിൽ ശ്രമിക്കുന്നത്. എന്തായാലും ജീവിത ലഹരി ആവട്ടെ. ഓക്കെ, മരിക്കുള്ളതുണ്ടാവും, ഉഷാർ കറപ്പിക്കില്ല. എന്തായാലും ഇതുപോലെ ഒരുപാട് സന്തോഷമുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകളിലേക്കൊക്കെ അമ്മ നമസ്കാരമുണ്ട്. എവിടെന്നാ പറഞ്ഞേ? തൃശ്ശൂർ തന്നെയാണ്. ഒന്ന് വന്നോളൂ, പരിചയപ്പെട്ടിട്ട് പോവാം. നമ്മുടെ പൂരം സന്ധ്യയിലാണ് TCVയുടെ ഒപ്പം. ഈ എക്സിബിഷൻ എല്ലാ വർഷവും വരാറില്ലേ? എല്ലാ വർഷവും വരും. ഇപ്രാവശ്യം എങ്ങനെയാണ്? കൗതുകാണോ? കാണാനൊക്കെ ഉണ്ടോ? തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മൾ തൃശ്ശൂർക്കാര് ഒന്നും കുറയ്ക്കില്ല. തൃശ്ശൂർക്കാര് ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാവില്ല. അതാണ് എന്റെ കാര്യം. ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ, കാവ്യ സന്ധ്യ. നമ്മുടെ പേര് സുശീലാമണി. നമുക്ക് ഇവിടെ ഈ ശബ്ദത്തിന്റെ ഒരു ഇതുണ്ട്, നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം, അവിടെ നിന്ന് സംസാരിക്കാം. അപ്പോ അമ്മ എവിടെ നിന്ന് വരുന്ന സ്ഥലം എവിടെ? തൃശ്ശൂർ തന്നെയാണ്, തിരുവമ്പാടി അമ്പലത്തിന്റെ അടുത്താണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ പ്രദർശന നഗരിയിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കലാപരിപാടികളൊക്കെ ധാരാളം നടത്തുന്ന സ്ഥലമാണ്. നമുക്കൊന്ന് കയറി നിൽക്കാം, അങ്ങോട്ട് കയറി നിൽക്കാം. അപ്പോൾ അത്തരം കലാപരിപാടികൾ നിരവധി കലാകാരന്മാര് പങ്കെടുക്കുന്ന ഒരു വേദിയും കൂടിയാണ്. ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കിട്ടുന്നുണ്ട് അല്ലേ? അമ്മയൊക്കെ എത്ര നാളായി അമ്മ ഈ ഒന്ന് അടുത്തേക്കും കാവ്യ ഈ ഒരു രംഗത്തൊക്കെ എത്ര നാളായിട്ടുണ്ടാവും? നമ്മുടെ ഈ ഒരു കവിതാലാപനം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. ടീച്ചറായിരുന്നു അമ്മ? അതെ അതെ, ഓ ശരി. മ്യൂസിക് ടീച്ചറായിരുന്നു, സംഗീത അധ്യാപികയായിരുന്നു. അപ്പൊ ശരി, നമ്മുടെ ആദ്യമായിട്ട് ഒരു പാട്ടോടുകൂടി അങ്ങ് തുടങ്ങാം, അതല്ലേ എന്റെ റെഡി? താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നിൻ സംഗീത മധുപകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ദേവാ ദേവാ. ടീച്ചറേ പറയാൻ പറ്റുന്നതല്ല, കെട്ടിപ്പിടിച്ച് അല്ലേ ഒന്ന് അഭിനന്ദിക്കാൻ തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ദൈവം തരുന്ന വരദാനാണ് ടീച്ചറെ സംഗീതം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആലപിക്കാൻ പറ്റില്ല, പക്ഷെ അത് ദൈവം തരുന്ന ഇതിനെ അതാവോളം മറ്റുള്ളവർക്ക് സന്തോഷം തരാൻ പറ്റുന്നത്. ടീച്ചർ പാടിയപ്പോ ഞാൻ എന്തോരം മനസ്സിന് സന്തോഷമായി. ഭയങ്കര ഭാഗ്യാടോ, വീട്ടിലിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞ എപ്പോഴും പാട്ട് പാടും. മ്യൂസിക് ടീച്ചറാണ്. അല്ല, വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പേര് വിട്ടുപോയി. ശ്രദ്ധയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അങ്ങനെ മടി കിടന്നിട്ട് ഒരു പാട്ടൊന്ന് പാടിത്ത അമ്മ എന്ന് പറയില്ലേ? അപ്പൊ പാടി തരാറുണ്ടോ? പിന്നെ എപ്പോഴും മ്യൂസിക് ക്ലാസ് എടുക്കാറുണ്ട്. എപ്പോഴും പാട്ട്. ആ ഒരു അസ്തിത്വം അങ്ങോട്ട് കൂടിയിട്ടുണ്ടോ? ഒട്ടും കൂടിയിട്ടില്ല. എന്താ പേര്? PKS മേനോൻ. ഈ മലയാളികളുടെ മഹോത്സവങ്ങളിൽ മറ്റെന്തിനേക്കാളും മഹത്തരമാണ്, മനോഹരമാണ്, മഹനീയമാണ് തൃശ്ശൂർക്കാരുടെ പൂരം. അത് തന്നെ അത് നമ്മളിങ്ങനെ ആസ്വദിക്കാൻ. ഫ്രണ്ട്സിനോടൊക്കെ പറയാറില്ലേ വരാനായിട്ട് ഇങ്ങോട്ട്? പിന്നെ എല്ലാരും വരുന്നുണ്ട്. ടീച്ചറെ ഈ പ്രാവശ്യം എങ്ങനെയാണ് ഒരുക്കങ്ങൾ എവിടെ വരെയായി? എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാരും ക്ഷണിക്കാന്നുള്ളൊരു ചടങ്ങ് തന്നെയാണ്. എല്ലാരും വരും, കുറെ പേരൊക്കെ വരും. എങ്കിലും ഫുഡൊക്കെ നമ്മൾ എന്താണ് ഏറ്റവും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പുറമേ ഉള്ള പരിപാടിയില്ല. അപ്പൊ എപ്പോ തുടങ്ങും? അതൊന്നും 1 മണിക്കൂറൊക്കെ മതി എനിക്ക്. ഒരു സ്പെഷ്യൽ ഏതാ? അമ്മയുടെ ഏറ്റവും സ്പെഷ്യൽ ഏതാ?
ഏറ്റവും സ്പെഷ്യൽ ഫുഡോ? സാമ്പാറാണോ എന്താണ്? അമ്മൂമ്മ ഒരു നല്ല തോരൻ വെക്കാറുണ്ട്. അത് എന്ത് തോരനാ? ഒരു ക്യാബേജ് തോരൻ. അതെന്താണ്? അതിൽ എന്തൊക്കെ ഇടുന്നത്? വെറൈറ്റി അതിനകത്ത് വെറൈറ്റി ആയിട്ട് അമ്മൂമ്മ ഉണ്ടാക്കുന്ന വഴികളിൽ അത് പെർഫെക്റ്റ് ബാലൻസ് ആണ്. മധുരവും ഉപ്പും കൂടെ ബാലൻസ്. ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മാമ്പഴപ്പുളിശ്ശേരിയാണ് അടിപൊളി. ഏത് മാമ്പഴമായാലും ശരി, അത് കഴിച്ചാണ്ടല്ല ഒന്നൊന്നര കൂട്ടാൻ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സാമ്പാർ വീടൊന്ന് പറഞ്ഞുതരാമോ? എന്നോട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, ഇവിടെ കേൾക്കാൻ നിൽക്കണ്ട. സാമ്പാർ കൂട്ടാൻ വരുമെങ്കിൽ സാമ്പാറല്ല, മാമ്പഴപ്പുളിശ്ശേരി. ഉറക്കെ പറയണ്ട, സ്വകാര്യം പറഞ്ഞേ. എവിടെ വീടെന്ന് പറഞ്ഞേ? തിരുവമ്പാടി അമ്പലത്തിന്റെ തൊട്ടടുത്ത്. അപ്പൊ എല്ലാരും കേട്ടോ, തിരുവമ്പാടി അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ലോകം മുഴുവൻ അറിഞ്ഞു. ഇനിയിപ്പോ ഒരു ലോഡ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഞാൻ എഴുതിയ കവിതകളുടെ ഒരു കവിതയാണ് ഞാൻ പിന്നെ ചൊല്ലിയത്. അതും കൂടെ കേൾക്കാം നമുക്ക്. അത് പിന്നെ എടുക്കണം. അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അതുവരെ ഞാൻ സംസാരിച്ചെടുത്തോട്ടോ. മോളെ, ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതുപോലെ അമ്മമാരും ഇതുപോലെ അച്ഛന്മാരുടെ സ്നേഹമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാണ്ട് പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ കരുതലുള്ള ഒരു മാതാപിതാക്കളുടെ സ്നേഹം. അതില്ലാതെ കൊണ്ടാണ് യുവതലമുറ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് എത്ര ടെൻഷൻ വന്നാലും ഒന്ന് വീട്ടിലിരുന്നിട്ട് അമ്മ ഒരു പാട്ട് പഠിക്കേ, ഇവിടെ വന്നിട്ട് പറയും ആ അമ്മ ഒരു മാമ്പഴപ്പുളിശ്ശേരി അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എന്തായാലും ഇത് ഇങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ തന്നെ പോകണം. TCV ഭംഗിയായി വരട്ടെ. ഞാനൊരു സ്ഥിരം ഞങ്ങളൊക്കെ കാണാറുണ്ട്. തീർച്ചയായും അതെ നമ്മൾ നിന്ന് പോയത്. ഇന്നലെ കണ്ടിരുന്നു, എല്ലാം കണ്ടിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇതുപോലെയാണ് ഈ പൂരത്തിന്റെ ഈ ഒരു സമയത്തൊക്കെയാണ് ഒരുപാട് ആളുകളൊക്കെ എത്തുന്നതും വിശേഷങ്ങളൊക്കെ പറയുന്നത്. അമ്മയുടെ പാട്ട് പാടാം, അമ്മയുടെ കവിത ചൊല്ലാനായിട്ട് തയ്യാറായിക്കോണ്. അപ്പോ തുടങ്ങാം. ഇതെല്ലാം കൂടി എന്നെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ബാല്യമാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതുകയും എനിക്ക് അവാർഡ് കിട്ടുകയും ചെയ്ത കവിതയാണിത്. എൻ്റെ ബാല്യം. ഒരു നാളിലൻ ബാല്യം തളിരിട്ടതോർത്തു ഞാൻ ഒരു നിമിഷം തനിച്ചിരുന്നു പോയി. ഒരുണ്മയായ അരുമയായ അമ്മ തന്നംഗത്തിൽ ആരോ മലായിട്ടിരുന്ന ബാല്യം. അമ്മ തന്നൊക്കത്തിരുന്നു ഞാൻ കൊഞ്ചി എന്നമ്മയോടോതിയ കാര്യമോർത്തിന്നകതാരിലായിരം മധുരിക്കുമോർമ്മകൾ അമ്മയോടിന്നു ഞാൻ പങ്കുവച്ചു. ചിരി പൊട്ടിയതു കേട്ടു നിന്നവരെല്ലാരും ചിരിയൊതുക്കിടുവാൻ പാടുപെട്ടു. എന്താണു ഞാൻ അന്ന് കൊഞ്ചിപ്പറഞ്ഞതെന്നെല്ലാരും അറിയാൻ കൊതിച്ചു നിന്നു. കണ്ണാടി തന്നിലെ ഛായ കണ്ടിട്ടു ഞാൻ ആരാണതമ്മേന്നു ചോദിച്ചതും അച്ഛനെ പോലെ നീ ഇച്ഛ പോലെ എന്നുടെ ഇഷ്ടാനുരൂപയായി കണ്ടതില്ലേ. വേറെ കേസുണ്ടോ ഈ അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ? അപ്പൊ അമ്മ എന്തായിരിക്കും ലെവല്? ഭയങ്കരമായിട്ട് തകർത്ത് കിടക്കുമായിരുന്നു. ജയചന്ദ്രന്റെ കൂടെ നമ്മുടെ അന്തരിച്ചു പോയ ജയചന്ദ്രന്റെ കൂടെയുള്ള ഗാനമേളയ്ക്ക് ഇഷ്ടം പോലെ. എന്റെ പൊന്നെ, അവിടെ ഗസ്റ്റാണ് ഞങ്ങളുടെ സംഗീത അക്കാദമി. ഒത്തിരി സന്തോഷം ടീച്ചറെ, കാരണം ഇത് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത്. യൂട്യൂബിലൊക്കെ ഞാൻ ക്ലാസ് ഇടുന്നുണ്ട് ഇപ്പോഴും. ഒത്തിരി സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും നേരിടും, എല്ലാവിധ ഭാവങ്ങളും നേരിടും. അപ്പോ ഞാനൊരു കാര്യം ചെയ്യണം, TCVയുടെ സ്ഥിരം കാണുന്ന പ്രേക്ഷകനായതുകൊണ്ട് ചോദിക്കുകയാണ്, കുത്തിയിരുന്ന് കാണുന്ന പ്രേക്ഷകനായിട്ട് ചോദിക്കുകയാണ്, ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം? ശരിയാണോ? പിന്നെ അല്ലാണ്ട്. അപ്പൊ നമ്മുടെ കേരള വിഷൻ വെറുതെ അവിടെ വിടാനില്ല. അതാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഈ പൂരവും അതുപോലെ തന്നെ കൂടിച്ചേരലൊക്കെ നമുക്ക് തരുന്നത്. ഓരോ പൂരസന്ധികളും നമുക്ക് തരുന്നത് ഒരുപാട് സൗഹൃദങ്ങളാണ്. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം 3 പേർക്കും കൂടെ. അടിപൊളി, ഇഷ്ടപ്പെട്ടു.
സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് എന്നെ വിളിക്കണോ, ഞാൻ പോരും കേട്ടോ. ഞാൻ ആരോടും പറയാൻ നിൽക്കണോ, ഞാൻ മാത്രമേ വരുള്ളൂ. സന്തോഷം മോളെ. ശരി. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. പക്ഷേ എല്ലാവിധ പൂരാശംസകളും നിങ്ങൾക്കും നേരുന്നു. നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും പൂരത്തിന്റെ മനോഹരമായ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് തൽക്കാലം ഒന്ന് വിട നൽകുകയാണ്. നാളെ ഇതേ സമയം ഇതേ നേരം ഏറ്റവും കൂടുതൽ പുതുമയാർന്ന അതിഥികളിലേക്കൊക്കെ ഞങ്ങൾ കടന്നു വരും. അപ്പോൾ മറക്കണ്ട, എല്ലാ ദിവസവും രാത്രി 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ പ്രദർശന നഗരിയിലുണ്ട്. പൂരം സന്ധ്യയുമായി, പൂരത്തിന്റെ വൈബായി, പൂരത്തിന്റെ താളമായി, മേളമായി, വർണ്ണ കാഴ്ചകളായി, വിശേഷങ്ങളായി നാളെ കാണാം. ഇതേ സമയം ഇതേ നേരം കണ്ടുമുട്ടും. അപ്പോൾ മടിക്കണ്ട, കടന്നു വരിക, ഓടി വരിക, സമ്മാനങ്ങൾ എടുക്കുക, വിശേഷങ്ങൾ പങ്കിടുക. നാളെ കാണാം. നമസ്കാരം.